ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഇല അട. ഇലയട മീൻസ് ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ ഇലയട. ഏത്തപ്പഴം ഒന്ന് വരട്ടിയിട്ട് ഉണ്ടാക്കിയ ഇലയട. ഓക്കെ, സ്പെഷ്യൽ ഇലയട. നമ്മളിപ്പോൾ ചക്ക വരട്ടിയിട്ട് ഉണ്ടാക്കത്തില്ലേ, അതേപോലെ ഉണ്ടാക്കിയ അടയാണിത് കേട്ടോ. ചിലത് ഇതേപോലെ ചെറിയ അടയായിട്ട് ഉണ്ടാക്കി, ചിലത് കുമ്പിള് ഇങ്ങനെ കുത്തി നീളത്തിലുണ്ടാക്കി അട ഉണ്ടായത്. ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കി ഇതാ. ചിലതുണ്ട് ഇതേപോലെ ഈ ഷേപ്പിൽ കുമ്പിളപ്പം പോലെ ഉണ്ടാക്കി. ഏത്തപ്പഴം വരട്ടിയിട്ട് തരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഴയിലയിൽ ഉണ്ടാക്കി കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ തെരളി ഇല ഉണ്ടെങ്കിൽ ഇത് സെയിം തിങ് തെരളി ഇലയിൽ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ കണ്ട ഇലയുടെ ഇല്ലേ, അതുണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണുണ്ടോ ഏത്തപ്പഴം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ പഴമൊക്കെ ഒത്തിരി ഒന്നിച്ച് പഴുത്ത് വരുവാണെങ്കിൽ ഇതേപോലെ ഇലയും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ, ഇതുപോലെ അട ഉണ്ടാക്കാം. നിങ്ങൾക്കിപ്പം 2 ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് എടുക്കും. ഇതിപ്പോൾ ഞാൻ 6 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കര വേണം. ഇതൊന്ന് വരട്ടിയെടുക്കാൻ കുറച്ച് നെയ്യ്, പിന്നെ അരിപ്പൊടി വെച്ചിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ പൊടി എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടാൻ വേണ്ടി കുറച്ച് എന്താണ് ഏലക്ക, ചുക്ക്, ജീരകമൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ചക്ക വരട്ടിയതിനകത്ത് നമ്മൾ ശരിക്കും ചുക്കൊക്കെ ഇടും. അതുകൊണ്ട് ഞാൻ കുറച്ച് ചുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചുക്ക് 1/4 ടീസ്പൂൺ ചുക്കും ജീരകവും എടുത്ത് വെച്ചിട്ടുണ്ട്. പണ്ടുള്ളവരൊക്കെ ഈ ഏത്തപ്പഴം കൊണ്ട് എന്തുണ്ടാക്കുമ്പോഴും അതിന് ഉള്ളിലെ സീഡ് ഉണ്ട് കേട്ടോ. സീഡ് കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ല എൻ്റെ സീഡ് ഞാൻ എടുത്ത് കളയാൻ പോകും കേട്ടോ. ഏത്തപ്പഴത്തിൻ്റെ ആ നടുക്കാണ് കറുത്ത സീഡ്, അതെടുത്ത് കളഞ്ഞിട്ട് എപ്പോഴും പണ്ടുള്ള ആളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പായസം ഉണ്ടാക്കാനായാലും പഴം വരട്ടാനായാലും എല്ലാത്തിനും. ഓക്കെ, അപ്പം ഞാൻ അതേപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം അത് പാടാണെങ്കിൽ അത് എടുക്കാതെയോ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, അത് ഓരോരുത്തർ ഇഷ്ടം. എൻ്റെ ഇനി ഉള്ളിലെ സീഡുണ്ട്, അതേപോലെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിരിക്കും. ഇത് ഏത്തപ്പഴം തൊലി കളഞ്ഞിട്ട് ഇതിൻ്റെ ഇതാണ് സീഡ്, അതെടുത്ത് കളയുക, കളഞ്ഞിട്ടെടുക്കുക. അതല്ല, നിങ്ങൾക്കിപ്പോൾ സീഡ് എടുക്കാൻ പാടാണെങ്കിൽ അതേപോലെ ഇടുക. ശരിക്കും ഇങ്ങനെ ഒക്കെ ഇട്ടുണ്ടാക്കുമ്പം ടേസ്റ്റ് കൂടും. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് അതെ പഴം തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇതുണ്ട് ഇതേപോലെ സീഡ്, ഇതാണ് സീഡ് കളഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചിരിക്കാം കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 കപ്പോളം കാണും കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് ഇനിവേ ഞാൻ 6 ഏത്തപ്പഴം എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ 2 കപ്പ് ശർക്കര. നമുക്ക് ആദ്യം ഇതൊന്ന് മെൽറ്റ് ചെയ്ത് വെക്കാം. 1 കപ്പ് വെള്ളത്തിൽ 2 കപ്പ് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതെ, ശർക്കര ഒഴുക്കി വെച്ചെടുത്തിട്ടോ. ശർക്കര ഒഴുക്കി വെച്ചു. നമുക്ക് ഏത്തപ്പഴം അരിഞ്ഞ് വെച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു പാൻ ചൂടാക്കി ഏത്തപ്പഴം ഇട്ട്, ഇല്ല ഏത്തപ്പഴം പുഴുങ്ങിയ പോലെ ആവില്ല. ആ സമയമാകുമ്പോൾ നമുക്ക് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഈ ഏത്തപ്പഴത്തിൻ്റെ കളറൊന്നും മാറി വരുമല്ലോ, ചൂടാവുമ്പം കുക്ക് ചെയ്ത് വരുന്ന പോലെ വരുമല്ലോ. ആ സമയത്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കളറ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ. ഏത്തപ്പഴം പുഴുങ്ങി എടുക്കുമ്പം വറ്റില്ല, ആ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു 3 മിനിറ്റ് മതി കേട്ടോ. ഇളക്കിയിട്ട് നമുക്ക് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ സമയത്ത് നമുക്ക് നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫ്ലെയിം ഒത്തിരി കൂട്ടി കളയുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പയ്യെ വരട്ടിയെടുക്കണം. ഓക്കെ, ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഏലക്ക പൊടിക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ അതിലിട്ട് ഞാൻ പൊടിച്ചെടുക്കാൻ പോകാം കേട്ടോ. ഏലക്ക പൊടിച്ച് വെച്ചു. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ഞാനിങ്ങനെ വരട്ടിയെടുത്തിന്. ഇപ്പം നമുക്ക് ശർക്കരയില്ലേ, ഉരുക്കി വെച്ച ശർക്കര അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം. ശർക്കര ഒഴിച്ച് നമ്മൾക്കിങ്ങനെ നന്നായിട്ട് വരട്ടിയെടുക്കണം. ഓക്കെ, അടക്കി പിടിക്കാതെ ഇളക്കി നന്നായിട്ട് വരട്ടിയെടുക്കുക. ഓക്കെ, ഇത് നന്നായിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കുക. ഈ പഴത്തിന് നല്ല മധുരമുള്ള പഴം, അതുകൊണ്ട് ഞാൻ 2 കപ്പ് ശർക്കര എടുക്കുന്നത്. നിങ്ങളിപ്പം പഴത്തിന് മധുരക്കുറവാണെങ്കിൽ
3 കപ്പ് ശർക്കരയൊക്കെ വേണ്ടി വരും. ഓക്കെ, മധുരമുള്ള പഴമാണെങ്കിൽ ശർക്കര കുറച്ച് മതി. പക്ഷെ മധുരം ഇല്ലാത്ത ഏത്തപ്പഴമാണെങ്കിൽ കുറച്ചുകൂടി മധുരം നിങ്ങൾ ചേർക്കണം. ഓക്കെ, പാത്രത്തിൽ നിന്ന് ഇങ്ങനെ മാറി വരുന്നുണ്ട്. കാർഡമം പൗഡർ ഇട്ട് കൊടുത്തു, ഇളക്കി കൊടുക്കാം. ഇല്ല, ജീരകത്തിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. ഞാൻ ഈ ഏലക്കപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ചുക്കിൻ്റെ ടേസ്റ്റ് നല്ലതാണ്, ജീരകത്തിൻ്റെ അതേപോലെ തന്നെ. ഇപ്പം എല്ലാം പാകം. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ അരിപ്പൊടി ഇടുമ്പോൾ കുറേ പോകുന്നൊരു സംശയമുണ്ട്. ഇനി ഞാൻ അരിപ്പൊടിക്ക് വേണ്ടി കുറച്ച്, ഇപ്പോൾ 1.5 ടീസ്പൂണായി ജീരകം, 1.5 ടീസ്പൂൺ ജീരകം ഇട്ടു. പിന്നെ 3/4 ടീസ്പൂൺ ചുക്കും 20 ഏലക്കായും എന്താ പറഞ്ഞത് ഷുഗർ പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതെല്ലാം ചേർത്തിട്ടുണ്ട്. ഈ വരട്ടി വെച്ചില്ലേ, ഇതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് ഞാൻ കുറച്ച് വെച്ചേക്കാം കേട്ടോ. കുറച്ച് വെച്ചിട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു, അത് മതി. എന്താ അരിപ്പൊടി ഞാൻ 1 കപ്പ് എടുത്ത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഒത്തിരി അരിപ്പൊടി ഇട്ട് കൊടുക്കണ്ട, ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നോക്കാം എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ അരിപ്പൊടിക്ക് വേണ്ടി കുറച്ച് നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അരിപ്പൊടിക്കകത്തൂടെ ആ ഒരു നെയ്യുടെ ടേസ്റ്റൊക്കെ വരുന്നല്ലോ, കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക്. എനിവേ ചൂടുണ്ട് ഇതിനൊക്കെ. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടാട്ടോ ഞാൻ ചെയ്തത് കേട്ടോ. അരിപ്പൊടി ഇട്ട് ഒരിത്തിരി നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഓക്കെ, സത്യം പറഞ്ഞാൽ നല്ല അലുവ പോലെ ഇരിക്കണല്ലേ. ഇപ്പം ഏത്തപ്പഴം ഹൽവ ഉണ്ടാക്കുന്നല്ലേ, വാഴയില മുറിക്കുക. ദിസ് ഈസ് അവർ വാഴത്തോട്ടം. ഞങ്ങളുടെ വാഴത്തോട്ടത്തിൽ നിന്ന് വാഴയില കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഇതിനകത്തോട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഉരുളയായിട്ട് ഇതേപോലെ പരത്തി ഇങ്ങനെ കവർ ചെയ്യണം. ഓക്കെ, ഇതേപോലെ കുമ്പിൾ കുത്തിയും ഇത് കുമ്പിൾ കുത്തി പരത്തി വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ എല്ലാം ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് വെച്ചിട്ടോ. കുറച്ച് കുമ്പിൾ കുത്തിയും ഇങ്ങനെ ചെറിയ അട ഉണ്ടാക്കാനും പിന്നെ വലിയ അടയായിട്ടും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം വെച്ചേക്കും ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലി കുക്കറിലൊക്കെ. അതെല്ലാം നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പാത്രമാണെങ്കിൽ എനിവേ കുറച്ച് വെള്ളം വാട്ടർ വെച്ചതൊന്ന് ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, വെള്ളം ബോയിൽ ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്കിത് ഞാൻ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നതൊക്കെ അതിനകത്തോട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും വെച്ചാൽ സ്റ്റീം ചെയ്തെടുക്കുന്ന അതേപോലെ ചെയ്യും. ഓക്കെ, വെച്ചിട്ട് അടച്ചു കൊടുക്കും. ഫ്ലെയിം കുറച്ച് വെച്ചൊരു 5 മിനിറ്റ്സ് അവിടെ നിന്ന് കുക്ക് ചെയ്ത് 5 to 7 മിനിറ്റ്സ് കുക്ക് ചെയ്ത് എടുക്കാം. ഓക്കെ, വെള്ളം തിളച്ചിട്ടാണല്ലോ നമ്മളിതെടുത്ത് വെച്ചത്. കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒത്തിരി ഫ്ലെയിമിൽ വെച്ച് വേണ്ട, അപ്പം വെള്ളം അതിലേക്ക് വരും. ഓക്കെ, ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 5 to 7 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് എടുക്കാം. നോക്കാം എങ്ങനെയുണ്ട് അല്ലേ. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പിന്നെ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ റെഡി. ഇതെങ്ങനെ നമ്മുടെ അട റെഡി ആയിട്ടിങ്ങനെ ഇപ്പം നമുക്ക് ഇതിനകത്ത് എടുത്ത് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നല്ലേ. ഓ, അടിപൊളിയായിട്ട് നമുക്ക് ഹൽവ പോലെ ഇരിക്കുന്നു. ഓക്കെ, അടിപൊളിയായിട്ടിരിക്കുന്നു അല്ലേ. നോക്ക്,
നന്നായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അടിപൊളി. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ ആയിട്ടുണ്ട്. എടുത്ത് മാറ്റാൻ. ഓക്കെ, ഒരു 7 മിനിറ്റ്സ് കുക്ക് ചെയ്ത് ഇത് മതി. റെഡി ആയിട്ടുണ്ട്. കുമ്പളം എടുത്ത് വെച്ച് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഓക്കെ, എപ്പോഴും വെള്ളം തിളച്ച് വന്നതിന് ശേഷം വേണം ഇതെടുത്ത് വെക്കാൻ. ഓക്കെ, കുമ്പളപ്പം പോലെ ഉണ്ടാക്കിയ കുമ്പിട് കുത്തി ഉണ്ടാക്കിയതും പിന്നെ ഇലയിലുണ്ടാക്കിയ അടയും ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തൊക്കെ. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ പഴം, ഏത്തപ്പഴമൊക്കെ ഒത്തിരി ഉണ്ടാവുമ്പോൾ അതല്ല ഇപ്പം നമ്മൾ വാങ്ങിക്കുന്നത് തന്നെ ഈവൻ 2 പഴമായാലും മതി, കുറച്ച് ഉണ്ടാക്കാം. ഓക്കെ, ഇത് ഞാൻ കൂടുതൽ പഴത്തിൻ്റെ ഇത് ഇപ്പം എടുക്കുമ്പോൾ നല്ല എന്താ പറയുന്നത്, ഹൽവ പോലെ ഇരിക്കുന്നില്ലേ, കണ്ടെന്ന് നോക്കും. അത് ഇരിക്കുന്നത് ഞാൻ കുറച്ചേ ഉള്ള അരിപ്പൊടി ചേർത്തത് കേട്ടോ. കൂടുതൽ പഴം എടുത്ത് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കി. ഇതിലാണ് കുമ്പിള കുത്തിയ പോലെ ഉണ്ടാക്കി. ഞങ്ങൾക്കിവിടെ വൃശ്ചിക മാസം 1-ാം തീയതി അയ്യപ്പൻ്റെ ശബരിമല മാസമല്ലേ അല്ലേ, വൃശ്ചിക മാസമല്ലേ. അപ്പം കൂടുതലും വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന ടൈമല്ലേ. ആണെങ്കിൽ ആ സമയത്തൊക്കെ നമുക്ക് ഇതേപോലെ അടയൊക്കെ ഉണ്ടാക്കി അല്ലേ ഡിന്നറൊക്കെ കഴിക്കാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.